بسم الله الرحمن الرحيم. فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار. إن الذين يجادلون في آيات الله بغير سلطان أتاهم إن في صدورهم إلا كبر ما هم ببالغيه فاستعذ بالله إنه هو السميع البصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1640 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40 അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 55-56 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار. إن الذين يجادلون في آيات الله بغير سلطان أتاهم إن في صدورهم إلا كبر ما هم ببالغيه فاستعذ بالله إنه هو السميع البصير. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 55-56 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. റജുലും മുഅ്മിനും മിൻ ആലി ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരവും വിലയിരുത്തലും നിരീക്ഷണവും, അതുപോലെ ബനു ഇസ്രായേൽ സമൂഹം ഫിറഔനും ഹാമാനും ഖാറൂനും നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടായിരുന്ന ആ സമൂഹം, അവരുടെ നിലപാടുകൾ, അവര് ഒടുക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന പരിണതി, അതുപോലെ റജുലും മുഅ്മിനും മിൻ ആലി ഫിറഔൻ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയ കാര്യം, ഈ വക സംഗതികളാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ വളരെ വിശദമായി പരാമർശിക്കുന്നത് കാണുകയുണ്ടായത്. ആ ഭാഗത്തിന്റെ അവസാനത്തിൽ ഇന്നലെ നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി. വലഖദ് ആതൈന മൂസൽ ഹുദ വ ഔറസ്ന ബനി ഇസ്രാഈൽ അൽ കിതാബ് എന്ന്. ആ വാഗ്വാദത്തിൽ അല്ലെങ്കിൽ ആ സംവാദ പ്രക്രിയയുടെ അവസാനത്തിൽ മൂസ അലൈഹിസ്സലാമിന് നാം മാർഗദർശനം നൽകുകയും ബനു ഇസ്രായേൽ സമൂഹത്തെ ദൈവിക വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികളാക്കുകയും ചെയ്തു. അത് ഹുദൻ വ ദിക്റ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മാർഗദർശനവും ഉത്ബോധനവുമാണ്, ഓർമ്മപ്പെടുത്തലുമാണ് എന്നുകൂടി പറഞ്ഞു വെച്ചത് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ ബനു ഇസ്രായേൽ സമൂഹത്തിന് വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികളാക്കി അവരെ അള്ളാഹു മാറ്റി എന്ന് പറഞ്ഞല്ലോ. നേരത്തെ ഈജിപ്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ വലിയ ആധിപത്യം ചെലുത്തിയിരുന്ന ആ ഖിബ്തി സമൂഹവും ഫിറോവന്മാരും ഒക്കെ തന്നെ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരികയും അവര് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തപ്പോ അവരുടെ കീഴില്
കിരാതമായ മർദ്ദനങ്ങൾക്കും അടിച്ചമർത്തലിനും അടിമത്തത്തിനുമൊക്കെ വിധേയമായിക്കൊണ്ട് കഴിഞ്ഞിരുന്ന ബനു ഇസ്രായേൽ സമൂഹം അള്ളാഹു അവർക്ക് അവരെ വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികളാക്കുക വഴി വലിയ ഉയർച്ചയും ഔന്നത്യവുമാണ് നൽകിയുണ്ടായത്. പിന്നീട് ദീർഘമായ ഒരു കാലഘട്ടം അള്ളാഹുവിന്റെ ദൈവിക ഗ്രന്ഥം അനന്തരാവകാശമായി ലഭിച്ച ആ ബനു ഇസ്രായേൽ സമൂഹമാണ് ലോകത്ത് നായകന്മാരായും ജനതതികളെ നിയന്ത്രിക്കുന്നവരായും വലിയ ഔന്നത്യം ഉള്ളവരായിട്ടുമൊക്കെ നിലകൊള്ളുകയുണ്ടായത്. അള്ളാഹുവിന്റെ കിതാബ് ഏറ്റുവാങ്ങിയ ആ സമൂഹത്തിന് അത് മുഖേന വലിയ ഔന്നത്യമുണ്ടായ, വലിയ ഉയർച്ചയുണ്ടായ, അവർക്ക് വലിയ മുന്നേറ്റവും ഭൗതികാർത്ഥത്തിൽ തന്നെ വലിയ വളർച്ചയും ഒക്കെ ഉണ്ടായ കാര്യം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്കുള്ള ചെറിയ സൂചനയാണ് ഈ ആയത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്നത്. ഔറസ്ന ബനി ഇസ്രാഈൽ അൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ കാര്യം സൂചിപ്പിക്കുകയാണ്. അവരെ അടിച്ചമർത്തിയിരുന്ന, അവരെ അടിമതുല്യമായി ജീവിക്കാൻ നിർബന്ധിതരാക്കിയ, അവരിലെ ആണുങ്ങളെ കൊന്നൊടുക്കുകയും പെണ്ണുങ്ങളെ അപമാനിതരാക്കുകയും ചെയ്ത ആ സമൂഹം, ഫിറോവിന്റെയും ഹാമാന്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ സമൂഹം, അവര് തുടച്ചു നീക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്ക് പിൽക്കാലത്ത് തലപൊക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടായില്ല. പിന്നീട് ആ വിധത്തില് അവര് ചരിത്രത്തിലെ ഏറ്റവും അപ്രസക്തമായ ഒരു സമൂഹമായി മാറി. അവരുടെ പിന്മുറക്കാരെങ്കിലും അവശേഷിച്ചുവെങ്കിൽ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ദൈവിക വേദഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന സമൂഹത്തിന് അവര് തുടക്കത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവുമെങ്കിലും ആ സമൂഹത്തിന് വലിയ ഉയർച്ച, വലിയ മുന്നേറ്റം അത് കാരണമായിട്ട് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 2 ആയത്തുകൾ വരുന്നത്. ബനു ഇസ്രായേൽ സമൂഹം ഏറ്റുവാങ്ങിയ പരിണതി, ബനു ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തില് ആ ഘട്ടത്തില് അവർക്ക് അള്ളാഹുവിന്റെ ഇടപെടലിലൂടെ ലഭിച്ച സഹായവും അതുപോലെ വലിയ ഉയർച്ചയും വിജയവും ഒക്കെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊള്ളുന്ന സത്യവിശ്വാസികളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു പ്രചോദനകരമായ കാര്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫിറോവിന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും ഒക്കെ ആ സംഘവും അവരെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട ആളുകളുടെ ദുരന്തവും, അവരെ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ദുരന്തം, അതില് മക്കയിൽ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു പാഠം അടങ്ങിയിട്ടുണ്ട് എന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സമകാലിക പ്രസക്തി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ചരിത്ര സംഭവങ്ങൾ അള്ളാഹു ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഇപ്പോ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂറത്ത് ഗാഫിർ അവതരിച്ചുകൊണ്ടിരുന്നപ്പോക്കെ മക്കയിൽ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെയും അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ചരിത്ര സംഭവം അള്ളാഹു ഇവിടെ പരാമർശിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു സംഗതി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് തുടർന്നുള്ള ആയത്തുകൾ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ 55-ാമത്തെ ആയത്ത് തുടങ്ങുന്നത്. ഫസ്ബിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശമാണ്. ക്ഷമ കൈക്കൊള്ളുക.
സഹനം അവലംബിക്കുക, സബ്ർ ചെയ്യുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹനം അവലംബിച്ച്, ക്ഷമ അവലംബിച്ച് നിലകൊള്ളുക എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം ഏകവചനത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് പോലെയുള്ള ഒരു അട്ടറൻസ് ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊള്ളുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അള്ളാഹു ആവശ്യപ്പെടുന്നത് ഫസ്ബിർ, ക്ഷമ അവലംബിക്കുക, സഹനം അവലംബിക്കുക. വലിയ പ്രതിസന്ധി, വെല്ലുവിളിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ആ ഒരു കാരണത്താലും ആ ഒരു പശ്ചാത്തലത്തിലും ഒക്കെയാണ് ഈ ചരിത്ര സംഭവങ്ങൾ ഇവിടെ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടത്തിലൊരു സംഭവം വിശദമായി വ്യക്തമാക്കിയ ശേഷം ഭൂമിയിൽ സഞ്ചരിക്കാനാണ് അള്ളാഹു തുടക്കത്തിൽ ആവശ്യപ്പെട്ടത്. ഫിറൂഫിൽ അർള് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ സമാനമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ കണ്ണോടിച്ചുകൊണ്ട് കണ്ടെത്തുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഇവിടെ മൂസ അലൈഹിസ്സലാമിനെ ഫിറോവിന്റെയും അതുപോലെ ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്കായിട്ട് നിയോഗിച്ചയച്ച കാര്യം ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. എന്നിട്ട് വളരെ സംക്ഷിപ്തമായിട്ട്, എന്നാൽ അതിന്റെ വളരെ പ്രാധാന്യമുള്ള തലങ്ങളെ വിട്ടുകളയാതെ ഇവിടെ വിവരിച്ചതിന് ശേഷം ആ സമകാലിക യാഥാർത്ഥ്യത്തിലേക്ക് അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ നിർദ്ദേശം നൽകുക വഴി ഫസ്ബിർ, സഹനം അവലംബിക്കുക, ക്ഷമ അവലംബിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും. ഇവിടെ അള്ളാഹുവിന്റെ ഏത് വാഗ്ദാനത്തെ കുറിച്ചാണ് പറയുന്നത് എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. 1-2 ആയത്തുകൾക്ക് മുകളില് 51-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ് എന്ന്. നിശ്ചയമായിട്ടും നാം നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും ഈ ഐഹിക ലോകത്തും അതുപോലെ സാക്ഷികൾ എണീറ്റു വരുന്ന നാളിലും തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇവിടെ പ്രത്യേകമായി പറഞ്ഞ ആ വാഗ്ദാനത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെ ആവണം ഈ തുടർന്നുള്ള നമ്മളിപ്പോ വായിച്ച ആയത്തിലെ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, ഐഹിക ലോകത്തും ഉയർത്തെഴുന്നേൽപ്പ് നാളിലും അള്ളാഹു തന്റെ ദൂതന്മാരെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ 2 സന്ദർഭങ്ങളിലെ പ്രത്യേകമായ ദൈവിക സഹായവും ദൈവിക ഇടപെടലുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഐഹിക ലോകത്ത് അവര് നേരിടുന്ന പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അവന്റെ ദൂതന്മാർക്കും അവരെ പിൻപറ്റിക്കൊണ്ട് നിലകൊള്ളുന്ന സത്യവിശ്വാസികൾക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതേപോലെ വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികൾ എണീറ്റ് നിൽക്കുന്ന ആ നാളുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പ് നാള്, ആ നാളിലും അവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നത് അള്ളാഹു ഇവിടെ നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. ആ വാഗ്ദാനം റജുലും മുഅ്മിനും മിൻ ആലി ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിന്റെ ഭാഗമായിട്ട് വന്ന വാഗ്ദാനമാണ്. പക്ഷെ ആ വാഗ്ദാനം പരാമർശിച്ചുകൊണ്ട് തുടർന്ന് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ്, ഫസ്ബിർ, പ്രവാചകരെ, താങ്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും ഈ സന്ദർഭത്തിൽ ക്ഷമ അവലംബിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ,
നിശ്ചയമായിട്ടും അള്ളാഹു നടത്തിയിട്ടുള്ള ഈ വാഗ്ദാനം, മുകളിൽ പരാമർശിച്ചിട്ടുള്ള വാഗ്ദാനം, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അത് തീർച്ചയായിട്ടും പുലരും. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. സഹനം അവലംബിക്കാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമായി പുലരുമെന്നും പറഞ്ഞു. എന്നിട്ട് പറയുന്നത് വസ്തഗ്ഫിർ ലിദംബിക്, താങ്കളുടെ പാപങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയതിൽ പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുക. വസ്തഗ്ഫിർ ലിദംബിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു ഭാഷാപരമായ ശൈലിയിലാണ് ഇതുള്ളത്. വസ്തഗ്ഫിർ, ഒരാളോടാണത് നിർദ്ദേശം. എല്ലാവർക്കും ബാധകമാണ്, അവരൊക്കെയും കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും അത് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഈ അട്ടറൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടുള്ളതാണ്. വസ്തഗ്ഫിർ ലിദംബിക, താങ്കളുടെ തെറ്റുകുറ്റത്തിന് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇതാണ് പറയുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് എന്ത് പിഴവാണ്, എന്ത് ദൻബാണ്, എന്ത് തെറ്റാണ് ഉണ്ടായത് എന്നതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അള്ളാഹു പ്രത്യേകമായിട്ട് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി പറയുന്നുവെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുന്നതുമായ ഒരു കാര്യം എന്തായാലും ഏതോ രൂപത്തിൽ ഉണ്ടാവണമല്ലോ. അപ്പോ ഈ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിലും ഔന്നത്യത്തിലും ഒക്കെ നിലകൊള്ളുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടതായ ചില കാര്യങ്ങൾ ആ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം. അതിൽ ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന്, ഇവിടെ ക്ഷമ അവലംബിക്കാനാണല്ലോ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവാതെ വരുന്നതിലുള്ള അക്ഷമ പ്രകടമായിട്ടുണ്ടാവാം. അതുപോലെ സത്യനിഷേധികളായ മക്കയിലെ പ്രമാണിമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരിൽ വലിയ മനപരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള അവർക്ക് സ്വീകാര്യമായ ചില ദൈവിക വെളിപാടുകളോ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളോ കാണിക്കപ്പെടാൻ ആഗ്രഹിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തില് അത് സംഭവിക്കാതെ പോകുന്നതിൽ അദ്ദേഹത്തിനുണ്ടായ മാനസികമായ വിഷമമോ അക്ഷമയോ ഒക്കെ ആവാം. എന്തായാലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ ചിലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ മക്കയിലെ പ്രമാണിമാരെ ബോധ്യപ്പെടുത്തുകയും അവരെ വിശ്വാസം ഉൾക്കൊള്ളാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള അവർക്ക് സ്വീകാര്യമായ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം, എന്തെങ്കിലും ഒരു ആയത്ത് അള്ളാഹു കാണിക്കുകയോ ഇറക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നതായിരുന്നു. ആ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഫലപ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ആഗ്രഹിക്കുകയുണ്ടായത്. ഈ കാര്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച വിധത്തിലുള്ള കാര്യം അങ്ങനെ നടക്കാതെ നീണ്ടുപോകുന്നത്, അത് ഈ ആളുകള് വിശ്വാസമാർഗത്തിലേക്ക് വരുന്നത് വല്ലാതെ അത് കാരണമായിട്ട് വൈകുന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്ഷമയുള്ളവനാക്കി മാറ്റിയിട്ടുണ്ടാവും കുറച്ചൊക്കെ. അതിന്റെ സൂചനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനും സാധിക്കും. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ ആ പദവിയിലും മഹത്വത്തിലും ഒക്കെ ഉള്ള അവസ്ഥയിൽ അത് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടേണ്ട വിഷയമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ആത്യന്തികമായിട്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്ന ദൗത്യം അള്ളാഹുവിൻ്റെതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. അപ്പൊ ആ ദൗത്യം നിർവഹിക്കുന്നതില് അത്രയും വൈകാരികമായിട്ട് പേഴ്സണലായിട്ട് ഇൻവോൾവ് ആയ അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന വിധത്തിലുള്ള ചില സംഗതികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് വല്ല ദൻബും വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിക്കുന്നു എങ്കിൽ അക്കാര്യത്തില് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. വസ്തഗ്ഫിർ ലി ദംബിക്, താങ്കൾക്ക് പറ്റിയ വീഴ്ചകളുടെ അല്ലെങ്കിൽ പോരായികകളുടെ പാപത്തിന്റെ തെറ്റുകളുടെ കാര്യത്തില് ഇസ്തിഗ്ഫാർ നടത്തുക, പാപം പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക. എന്നിട്ട് പറയുന്നത് വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശീഇ വൽ ഇബ്കാർ. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഒന്ന് സഹനം അവലംബിക്കാനാണ്, രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ നടത്താനാണ്. ഈ സഹനം അവലംബിക്കലും ഇസ്തിഗ്ഫാർ നടത്തലും ഒക്കെ അള്ളാഹുവിന്റെ സഹായം അല്ലെങ്കിൽ സഹായ വാഗ്ദാനം പുലരുന്നതിന് ഒരു വളരെ അനിവാര്യമായ നിബന്ധനകളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് സംസാരിച്ച ഘട്ടത്തില് അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് മഴയായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ ലഭിക്കും. അള്ളാഹു നിങ്ങൾക്ക് വലിയ വിധത്തിലുള്ള സഹായം നൽകും, അവന്റെ വാഗ്ദാനം അവൻ പൂർത്തീകരിക്കും, പുലർത്തും. ഈ നിലക്ക് നൂഹ് അലൈഹിസ്സലാം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ച രണ്ട് കാര്യങ്ങള്, ആദ്യത്തെ രണ്ട് കാര്യങ്ങള് ഇസ്ബിർ എന്നതാണ്. ഒന്ന് ക്ഷമ അവലംബിക്കുക, രണ്ടാമത്തത് വസ്തഗ്ഫിർ ലി ദംബിക എന്നതാണ്. ഇനി മൂന്നാമത്തതായിട്ട് പറഞ്ഞ കാര്യം വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനുള്ള സ്തുതി കീർത്തനങ്ങളില് നിരതനാവുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിനുള്ള സ്തുതി ആണ് ഹംദ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും അത് രണ്ടും ചേർത്തുകൊണ്ട് പറയുന്ന കാണാം. വസബ്ബിഹ് ബിഹംദി റബ്ബിക, എങ്ങനെയാണ് നിന്റെ റബ്ബിനുള്ള ഹംദ് കൊണ്ട് തസ്ബീഹ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അലീം എന്ന വിധത്തില് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നമ്മൾ ആ വാചകങ്ങൾ ഉരുവിടുന്നത് തന്നെ മനസ്സിൽ തട്ടിക്കൊണ്ടും അതുപോലെ നമ്മുടെ കർമ്മതലത്തിൽ അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടുമൊക്കെ തസ്ബീഹും തഹ്മീദും നിർവഹിക്കുക എന്നത് എങ്ങനെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഹംദ് കൊണ്ട് തസ്ബീഹ് ചെയ്യുക എന്ന് പറയുന്നത്. അള്ളാഹു പ്രപഞ്ച സാകല്യത്തിലെ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും കാര്യത്തില് പരാമർശിച്ചുകൊണ്ട് പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷികളും അതുപോലെ മേഘവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ ജീവജാലങ്ങളും വൃക്ഷലതാദികളും ഒക്കെ അള്ളാഹുവിനുള്ള തസ്ബീഹ് അവന് ഹംദ് ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന കാര്യം അള്ളാഹു പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ജീവജാലങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദൈവിക സൃഷ്ടികളുടെ ഒന്നും കാര്യത്തില് അവിടെ ഒരു ദിക്ർ എന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇത് അത്രത്തോളം പ്രാധാന്യപൂർവ്വം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സൂറത്ത് ഫാത്തിഹയില് തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ സ്തുതി കീർത്തനത്തോടു കൂടിയാണ്. അപ്പോ പ്രപഞ്ച സാകല്യത്തിലെ ദൈവിക സൃഷ്ടികളുടെ കൂട്ടത്തില് യഥാർത്ഥത്തിൽ മനുഷ്യനും ജിന്നുകളും ഒഴികെ ഈ അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹു ഇലാഹ് എന്ന പദവിയില് മറ്റൊരാളും ഇല്ലാത്ത വിധത്തിൽ അവന് മാത്രം അവകാശപ്പെട്ടത് എന്ന് അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലല്ല ബാക്കി ജീവജാലങ്ങളുള്ളത്. മനുഷ്യനും ജിന്നുകളും മാത്രമാണ് അതിനെക്കുറിച്ച് ഒരു സ്വതന്ത്രമായി അത് സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഒക്കെ സാധ്യതയുള്ള പ്രകൃതത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് സൃഷ്ടിജാലങ്ങൾ കാണിക്കുന്ന അവരുടെ നിലപാടിന്റെ അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ
ആ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നിടത്തൊക്കെയും തന്നെ ഈ തസ്ബീഹ് ബിഹംദ് എന്നതാണ് കാണാൻ സാധിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ വകവെക്കാതെ മറ്റാരെയെങ്കിലും വകവെക്കുന്ന ഒരു സാധ്യത പോലും ഇല്ല. ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുള്ള സകല ചേതനവും അചേതനവുമായ സംഗതികളൊക്കെയും തന്നെ അള്ളാഹുവിനുള്ള തസ്ബീഹിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അതിൻ്റെതായ ഒരു റിഥമിക്കായ ഒരു എക്സ്പ്രഷനും അട്ടറൻസും ഒക്കെ ഉണ്ട്. പർവ്വതങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷികൾ ചെയ്യുന്നതായിട്ടും അതുപോലെ മേഘം ചെയ്യുന്നതായിട്ടും അള്ളാഹു, അതുപോലെ ഇടിനാദം തസ്ബീഹ് ചെയ്യുന്നതായിട്ടൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂചനകൾ കാണാൻ കഴിയും. അപ്പൊ ഇവിടൊക്കെ തന്നെ അവയൊക്കെയും തഹ്മീദും അതുപോലെ തസ്ബീഹും അല്ലെങ്കിൽ ഹംദ് ചെയ്തുകൊണ്ട് തസ്ബീഹ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനെ അവർ തസ്ബീഹ് ചെയ്യുന്നത് അള്ളാഹുവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ്. ഇതാണ് ഏറ്റവും പ്രാധാന്യപൂർവ്വം. ഇപ്പോ സൂറത്തുൽ ഫാത്തിഹയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ദിക്ർ വരുന്നില്ലല്ലോ. അത് അത്ര വ്യക്തതയോടുകൂടി അല്ലെങ്കിലും ഭാഗികമായിട്ട് പോലും അവിടെ ഒന്നും വരുന്നില്ല. അത് വരുന്നത് മനുഷ്യന്റെ പരിഗണനയിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളുന്നതിൽ പതർച്ച വരുന്ന, അതിൽ മനുഷ്യൻ മറ്റ് സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്ന, അവന്റെ ശ്രദ്ധ മറ്റ് ചിലതിലേക്കൊക്കെ തെന്നിപ്പോകുന്ന, വഴിമാറി സഞ്ചരിക്കുന്ന ഒരു സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് എന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ വസബ്ബിഹ് ബിഹംദി റബ്ബിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നിന്റെ റബ്ബിന് നീ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുക. എപ്പോഴൊക്കെയാണ്? ബിൽ അശീ വൽ ഇബ്കാർ, സായാഹ്നത്തിലും പ്രഭാതവേളയിലുമായിട്ട്. നമ്മളങ്ങനെ പറയുന്നുവെങ്കിലും അത് യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശിക്കപ്പെടുന്നത് ദിവസം ഉടനീളം എന്ന ഒരു അർത്ഥ സൂചനയാണ് ഈ പ്രയോഗം നൽകുന്നത് എന്ന് കാണാൻ ഈ പദങ്ങളൊന്ന് അപഗ്രഥിച്ചാൽ മതി. അഷീ എന്നത് അറബി ഭാഷയിൽ ഈ സൂര്യൻ മധ്യാഹ്നത്തിൽ എത്തിയത് മുതൽ പിന്നെ രാത്രി ഇരുട്ടി പൂർണ്ണമായിട്ട് പ്രകാശ സാന്നിധ്യം ഇല്ലാതാകുന്നത് വരെയുള്ള ഒരു സമയത്തെയാണ്. ളുഹ്ർ മുതൽ ഇഷ വരെയുള്ള നമസ്കാരങ്ങൾ അടങ്ങുന്ന ആ സമയത്തെയാണ് അഷീ എന്ന പദം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇബ്കാർ എന്നത് പ്രപഞ്ചത്തില് ഈ സൂര്യകിരണം അല്ലെങ്കിൽ ആദ്യ രശ്മികൾ ഉണ്ടല്ലോ, ആദ്യ വെളിച്ചത്തിന്റെ ആദ്യത്തെ കീർ, ഫജ്റുൽ സാദിഖ് എന്നൊക്കെ പറയുന്ന ആ വെള്ള കീറി തുടങ്ങുന്ന ആ ഘട്ടം മുതൽ സൂര്യൻ മുഴുവനായിട്ട് ഉദിച്ചു വരുന്നത് വരെയുള്ള ആ സമയത്തെയാണ് ഇബ്കാർ എന്ന പദം സൂചിപ്പിക്കുന്നത്. ഫജ്ർ നേരത്തെ ആ പ്രഭാതവേളയിലുള്ള നമസ്കാരത്തിന്റെ ആ സമയം. അപ്പൊ അള്ളാഹുവിന് തസ്ബീഹ് തഹ്മീദുകളും അർപ്പിച്ചുകൊണ്ടിരിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശീ വൽ ഇബ്കാർ. ഈ നിർദ്ദേശം ഇവിടെ നൽകിയിരിക്കുന്നതിന്റെ മറ്റൊരു രഹസ്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഏറെ ഉപകരിക്കുന്നതാവും. അള്ളാഹുവിന്റെ പ്രവാചകൻ വലിയ പ്രതിസന്ധിയാണ് ആ ഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അനുയായികളും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തില് അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളൊന്ന് നോക്കൂ. ഒന്ന് സബ്ർ ചെയ്യുക, രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ ചെയ്യുക, മൂന്നാമത്തത് സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാ എന്ന കീർത്തനങ്ങൾ അള്ളാഹുവിന് അർപ്പിക്കാനാണ്. അപ്പോ നമസ്കാരത്തിന്റെ പൂർണ്ണ രൂപം പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള നിർദ്ദേശമാണ് സൂറത്ത് ഗാഫിറിലെ, മക്കയിൽ അവതരിച്ച ഈ സൂറത്തിലെ ഈ കാര്യങ്ങൾ. അവിടെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ച നമസ്കാരത്തിന്റെ ആ സമയക്രമത്തിലേക്ക് നമ്മുടെ ചിന്തയെയും ആലോചനയെയും അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്.
അഷിയും ഇബ്കാറും പറയുന്നതോടുകൂടി നമസ്കാരത്തിന്റെ ആ സ്ട്രക്ചർ, സമയക്രമവും ആ ഷെഡ്യൂൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. അപ്പോ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മന്ത്രം എന്ന നിലക്ക് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഒന്ന്, സബ്ർ ചെയ്യുക. രണ്ടാമത്തെ ഇസ്തിഗ്ഫാർ നടത്തുക. മൂന്നാമത്തത് സുബ്ഹാനല്ലാ എന്ന് പറയുക. നാലാമത്തത് അൽഹംദുലില്ലാ എന്ന് പറയുക. അതിനിവിടെ അള്ളാഹു ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സമയവും പ്രധാനമാണ്. അഷിയിലും ഇബ്കാറിലും എന്ന് പറഞ്ഞാൽ 4 നമസ്കാരങ്ങളുടെ നേരമായ അല്ലെങ്കിൽ അവയെ ചേർത്ത് വെച്ചാലുള്ള സമയമായ അഷി, ളുഹർ മുതൽ ഇഷ വരെ. പിന്നെ ഇബ്കാറിലെ ഫജ്ർ നമസ്കാരം. ഈ സമയക്രമത്തെ, ഈ സമയത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്മീദും നിർവഹിക്കുന്നതിൽ ഏർപ്പെടുക എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് തുടർന്ന് ഇപ്പൊ ഇത് ഈ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ട് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് ഈ കാര്യം താങ്കൾ നിർവഹിക്കുക, സബ്ർ ചെയ്യുക. താങ്കൾക്ക് അക്ഷമ ഉണ്ടായിപ്പോയ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അതുപോലെ കരുത്ത് ലഭിക്കുന്നതിനായിട്ട് അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് ഉടനീളം എന്ന് പറഞ്ഞ ഉണർവിലുള്ള സമയം മുഴുവനായിട്ടും ആണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഷി കഴിഞ്ഞ പിന്നെ ഉറക്കത്തിനുള്ള സമയമാണ്. പിന്നെ ഇബ്കാറാണ്, പുലരുന്ന സമയം. പുലർന്ന് ഫജ്ർ നിർവഹിക്കുന്ന ആ സമയമാണ്. അപ്പൊ ഈ ഘട്ടങ്ങളിലൊക്കെയും അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്ന ഒരു കാര്യത്തില് മുഴുകിയിരിക്കുക അല്ലെങ്കിൽ വ്യാപൃതനാവുക എന്നതാണ് നിർദ്ദേശം. സഹനം അവലംബിക്കാൻ സാധിക്കാൻ, പ്രതിസന്ധികളെ കരുത്തോടുകൂടി നേരിടാൻ ഒക്കെ തന്നെ ഈ കാര്യമാണ് നിർവഹിക്കേണ്ടത് എന്നതാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടിരുന്ന അനുയായികള് അവർക്ക് പുണ്യം ചെയ്യാൻ സാമ്പത്തികമായ കഴിവില്ലായ്ക കാരണമായിട്ട് അവർക്ക് പുണ്യം നേടാൻ വേണ്ട അമലുകൾ ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമം രേഖപ്പെടുത്തിയപ്പോ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് തന്നെ ഈ 2 കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാ അതുപോലെ അൽഹംദുലില്ലാ എന്ന അദ്കാറുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കാനാണ്. അത് നാവിൻ തുമ്പില് ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുമെങ്കിലും അള്ളാഹുവിന്റെ മീസാനില് വളരെ കനപ്പെട്ടതാണ്, കനമുള്ളതാണ്, കനം തൂങ്ങുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയുണ്ടായത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അസീം എന്ന ദിക്ർ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ എല്ലാവിധത്തിലുള്ള പോരായ്മകൾക്കും പരിഹാരമാകും എന്ന ഒരു നിർദ്ദേശമാണ് അവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയാണല്ലോ തേടുന്നത്, അള്ളാഹുവിന്റെ അജ്റാണല്ലോ തേടുന്നത്. അതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള അമലുകൾ ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലായ്ക കാരണമായിട്ട് നിങ്ങൾ പ്രയാസം നേരിടുന്നുവെങ്കിൽ നിങ്ങൾ നിരന്തരമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അപ്പോ ഇതൊക്കെ പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ്. ഈ ഘട്ടത്തിൽ സഹനം അവലംബിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പ്രയാസം നേരിടുന്നുവെങ്കിൽ അവര് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അസീം എന്നോ സമാനമായതോ ആയ ദിക്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രാധാന്യമുള്ള സംഗതിയാണിത്. കാരണം പ്രതിസന്ധികളൊക്കെ ഇനിയും നമ്മുടെ മുന്നിലേക്ക് വരും.
ആ ഘട്ടങ്ങളിൽ പകച്ചു പോവുകയോ അന്താളിക്കുകയോ അല്ല വേണ്ടത്. ഈ പ്രായോഗികമായ ചില കാര്യങ്ങൾ അള്ളാഹു തന്റെ പ്രവാചകനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോ തുടർന്ന് പറയുന്നത് അള്ളാഹു ഇന്നല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ സൂക്തങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നവരുണ്ടല്ലോ. മക്കയിലെ ഇസ്ലാമിന്റെ ശത്രു പാളയത്തിൽ നിലകൊള്ളുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഇക്കാര്യം പറയുന്നത്. അള്ളാഹുവിന്റെ സൂക്തങ്ങളുടെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണ് അവർ. തർക്കത്തിൽ ഏർപ്പെടുന്നത് ഗൈരി സുൽത്താനിൻ അതാഹും, അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. രണ്ടു വിധത്തിലുള്ള തെളിവിന്റെ സാധ്യതകളാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ തർക്കത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ അതുമായി സംവദിക്കാൻ നമുക്ക് സാധ്യതയുള്ളത്. ഒന്ന്, ദൈവിക വെളിപ്പാട്, നേരത്തെ നൽകപ്പെട്ടിട്ടുള്ള ദൈവിക വെളിപ്പാടുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, അത് സുൽത്താനാണ്. മറ്റൊന്ന്, യുക്തിക്കും മനുഷ്യ ധിഷണക്കും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ, ആശയങ്ങൾ. അപ്പൊ യുക്തി തലത്തിലും അതുപോലെ ദൈവിക വെളിപാടുകളുടെ പിൻബലത്തിലുമായിട്ട് അള്ളാഹുവിന്റെ ആയാത്തുകളെ സമീപിക്കാൻ അവരുടെ കയ്യിൽ യാതൊന്നുമില്ല. അവര് അള്ളാഹുവിന്റെ ആയാത്തുകൾ, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ കുറിച്ച് തർക്കിക്കുന്നത് ഏതെങ്കിലും പൂർവിക ഘട്ടങ്ങളിൽ, ചരിത്ര ഘട്ടങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അള്ളാഹു സമാവിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സുൽത്താന്റെ അടിസ്ഥാനത്തിലല്ല. അതുപോലെ തന്നെ മനുഷ്യ യുക്തിക്കും ധിഷണക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലുമല്ല. ഈ രണ്ട് സംഗതികളുടെയും പിൻബലമില്ലാതെ അടിസ്ഥാനരഹിതമായി അള്ളാഹുവിന്റെ ആയാത്തുകളെ പരാമർശിച്ചുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ. അപ്പൊ അള്ളാഹുവിന്റെ ആയാത്തുകളെ ഈ രണ്ട് സംഗതികളുടെ അടിസ്ഥാനത്തിൽ സംവദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് അള്ളാഹുവിന്റെ ആയാത്തുകളെ തദബ്ബുർ ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. ഒന്ന്, പൂർവിക വേദങ്ങളിൽ അല്ലെങ്കിൽ പൂർവിക പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടിരുന്ന ആയാത്തുകളുടെ ദൈവിക വെളിപ്പാടുകളുടെ വെളിച്ചത്തില് നമുക്ക് ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകളെ സമീപിക്കുകയും അതിനെ സംവദിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ മനുഷ്യന്റെ ശാസ്ത്രബോധം അല്ലെങ്കിൽ യുക്തിബോധം ഒക്കെ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ സുൽത്താനാണ്. അതിന്റെ അടിസ്ഥാനത്തിലും അവയെ സംവദിക്കാം. കാര്യങ്ങളുടെ വസ്തുതകള് ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തില് അതിനെ യുക്തി ന്യായം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഈ രണ്ട് പിൻബലവും ഇല്ലാതെ അള്ളാഹുവിന്റെ ആയാത്തുകളുമായി, ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ ബിഗൈരി സുൽത്താനിൻ അതാഹും, അള്ളാഹു നൽകിയതായ യാതൊരു പ്രമാണവുമില്ലാതെ, യാതൊരു വെളിപാടുകളുടെ പിൻബലമോ യുക്തിപരമായിട്ടോ ദൈക്ഷണികമായിട്ടോ ഉള്ള അടിത്തറയിൽ നിന്നുകൊണ്ടോ അല്ലാതെ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ അസുഖം, അവരുടെ പ്രശ്നം എന്താണ് എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റുൻ, അവരുടെ നെഞ്ചകങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അഹന്ത മാത്രമാണുള്ളത്. അഹന്ത കാരണമായി അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള സന്നദ്ധതയില്ലാതെ അഹങ്കാരം കാണിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് അവരിങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുന്നത്. ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ദൈവിക ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ആളുകൾ. അവരുടെ സംസാരവും ശരീരഭാഷയും മുഖഭാവവും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ കഴിയും. അഹന്തയല്ലാതെ വിനയത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊരു ആസ്പെക്ട് അവരിൽ ഒരു തരിമ്പ് പോലും ഇല്ല. അവര് അഹങ്കാരം കാണിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് തന്നെ. വലിയ വായില് അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കും. എന്നാൽ അത് ആ വെല്ലുവിളി പ്രയോഗത്തിൽ കൊണ്ടുവരാനോ അത് നിർവഹിക്കാനോ ഒന്നും അവര് മുതിരുകയുമില്ല.
അള്ളാഹുവിനെ അംഗീകരിക്കാൻ അള്ളാഹു മനുഷ്യർക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മാർഗദർശനത്തെ അല്പം എളിമയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാനൊന്നും അവർ സന്നദ്ധല്ല. കിബറ് കാരണമായിട്ട്, അഹങ്കാരം കാരണമായിട്ട് അവർക്ക് അതിന് മാനസികമായിട്ടുള്ള ഒരുക്കം ഉണ്ടാവുന്നില്ല. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത്, അള്ളാഹുവിന്റെ ആയാത്തുകളെ അള്ളാഹു നൽകിയ ഒരു സുൽത്താന്റെയും പിൻബലമില്ലാതെ, ഒരു പ്രമാണത്തിന്റെയും തെളിവിന്റെയും പിൻബലമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവര് യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങളില്, അവരുടെ നെഞ്ചകങ്ങളില് അഹന്തയാണുള്ളത്, അഹങ്കാരമാണുള്ളത്. അതുകൊണ്ട് മാഹും ബി ബാലിഗൈഹി, അവർ അതൊരിക്കലും സാക്ഷാത്കരിക്കുകയില്ല, അവരൊരിക്കലും അത് നേടുകയില്ല. അവരാഗ്രഹിക്കുന്ന അത്തരം നടപടികളിലൂടെ അവർ ലക്ഷ്യമിടുന്ന ചില ഔന്നത്യമുണ്ട്. പേരെടുക്കലും പ്രസിദ്ധി നേടലും, അതുപോലെ അവര് എത്തിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ഉയരങ്ങളുമുണ്ട്. ഒരിക്കലും തന്നെ അവര് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. മാഹും ബി ബാലിഗൈഹി, അവരതിലേക്ക് ഒരിക്കലും എത്തുകയില്ല. അതുകൊണ്ട് ഫസ്തഈദ് ബില്ലാഹ്, അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ടിരിക്കുക. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായിട്ടും അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആയാത്തുകളെ യാതൊരു സുൽത്താനും ഇല്ലാതെ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കിക്കുന്നവർ, അവര് അള്ളാഹുവിന്റെ ആയാത്തുകൾക്ക്, ആ ആയാത്തുകളെ സംവദിക്കാൻ വേണ്ട ഒരു സുൽത്താനുമായിട്ടല്ല രംഗത്തുള്ളത്. ഒരു പ്രമാണവുമില്ല. പൂർവിക പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതോ മറ്റോ ആയ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ യുക്തിയോ ദൈക്ഷണികമായ സാധ്യതകളോ വെച്ചുകൊണ്ടുമല്ല തർക്കത്തിൽ ഏർപ്പെടുന്നത്. അവരത് ഗൗരവത്തിൽ അതിനെ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും തന്നെ അവര് ലക്ഷ്യമിടുന്ന ആ ഔന്നത്യം കൈവരിക്കുകയില്ല, നേടുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ദ്രോഹങ്ങള് ആളുകൾ ചെയ്യുന്നത് കാണുമ്പോ ഫസ്തഈദ് ബില്ലാഹ്, അള്ളാഹുവിൽ ശരണം തേടുക, അഊദു ബില്ലാഹ് എന്ന് പറയുക. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയമായിട്ടും എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നവനും അവനാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമായ അള്ളാഹുവിന്റെ നടപടികൾ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവനിൽ ശരണം തേടിക്കൊള്ളുക, അവനിൽ അഭയം തേടുക എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ആകെ മുക്കിക്കളയുന്ന, അല്ലെങ്കിൽ ആകെ നമ്മളെ വലയം ചെയ്ത് കളയുന്ന എന്തെങ്കിലുമൊക്കെ ഭീഷണി ഉയരുന്നു എന്ന് കാണുമ്പോഴേക്ക് നമ്മൾ അതിലാകെ അക്ഷമരായി പരിഭ്രാന്തരായി ഓടി നടക്കണ്ട. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം സഹനം അവലംബിക്കുക, നമുക്ക് യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുന്ന സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മളുടെ പോരായികകളുടെ പേരിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുപോലെ അവന് സമർപ്പിച്ചുകൊണ്ട് അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അള്ളാഹുവിൽ ശരണം തേടുന്നവരായി നിലകൊള്ളുകയും ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് അള്ളാഹു. അവന്റെ നടപടി ഈ കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് കാത്തിരിക്കാം എന്നതാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 55, 56 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. മുഖ്യമായിട്ടും ഈ സൂറത്ത് അവതരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കേൾപ്പിക്കുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.